സ്വയംഭൂനാഥ് ടെമ്പിൾ അഥവാ സ്വയംഭൂ ടെമ്പിൾ. ഇതാണ് ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റ് വരുന്നത്. ടൂറിസ്റ്റുകൾക്ക്, നോർമൽ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്ന ഹയസ്റ്റ് പോയിന്റ് ഇതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം കാഠ്മണ്ഡു സിറ്റിയുടെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത് കാണാം. പിന്നെ ഇതുകൊണ്ട് ഇതാ കാണണില്ലേ, അത് ഹിമാലയൻ റേഞ്ചസിൻ്റെ ഒരു ഭാഗമാണ്. ലണ്ടൻ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അത് ഇവിടുത്തെ ഒരു ചേട്ടനോട് വെച്ചപ്പോൾ ആൾ പറഞ്ഞ പേരാണ്, നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ലണ്ടൻ എന്നാണ് പറഞ്ഞ പേര്. അല്ലെങ്കിൽ പോസ് ചെയ്ത് എടുക്കണ്ടേ? അയ്യോ ഭയങ്കര കയറ്റാണ്. ഓ ശബരിമലയിൽ പോലും ഇങ്ങനെ കയറേണ്ടി വന്നിട്ടില്ല. ഓ കണ്ടില്ലേ പുതിയ പടികൾ ഇങ്ങനെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വയംഭൂനാഥ് സ്തൂപയിലാണ്. അമ്പലങ്ങളും ഈ സ്തൂപവും എല്ലാം കൂടി വളരെ എന്താ പറയുക, നല്ലൊരു അനുഭവമാണ് നമുക്കിവിടെ തരുന്നത്. ഇവിടെ ആൾക്കാരുടെ ക്ഷമയും അതുപോലെ തന്നെ ശാന്തമായ പ്രകൃതം, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ വന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ഒക്കെ പറയുകയാണെങ്കിൽ ടിബറ്റൻ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇന്ത്യൻ ആർക്കിടെക്ചറും മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പിന്നെ വളരെയധികം വലിയൊരു ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യർക്കൊക്കെ കടന്നു ചെല്ലാൻ പറ്റിയ ഒരു ഏറ്റവും വലിയൊരു ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ അപ്പുറം എന്താ പറയുക മൗണ്ടൻസൊക്കെ ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. സാധാരണ ഒരു റെസിഡൻസ് ഏരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അധികം ക്യാമറ ഇല്ല, പറ്റുന്ന പോലെ നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ സ്തൂപത്തിനോടനുബന്ധിച്ച് പല അമ്പലങ്ങളും സൈഡിലുണ്ട്. ഭവനാഥ് സ്തൂപ എന്ന് പറയുമ്പോൾ അമ്പലങ്ങളെല്ലാം ശിവനെ, മഹാദേവനെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൊണാസ്ട്രിയും കൂടെ ഉണ്ട് ഇവിടെ. പറ്റുന്നവരൊക്കെ എന്തായാലും ഇവിടെ തന്നെ വിസിറ്റ് ചെയ്യുക. ഇവിടെ എന്താ പറയുക, വാനരന്മാരുടെ ഒരു ഓട്ട തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ നല്ല രസമാണ് ഇവിടെ. എല്ലാ സ്ഥലത്തും നമ്മുടെ കൂടെ തന്നെ കുരങ്ങന്മാരൊക്കെ ചാടി ഇതിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രാവുകൾ, പട്ടികൾ, എല്ലാ ജീവജാലങ്ങളും എന്താ പറയുക ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. വളരെ ഒരു നല്ല അനുഭവമാണ്. എല്ലാവരും പറ്റിയെങ്കിൽ വിസിറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ കുരങ്ങന്മാരുടെ ഒരു കളിയാണ്. നമ്മൾ പഴനിയിലൊക്കെ പോയ കാണുന്നൊരു ഫീല് അതിനേക്കാളപ്പുറം എന്ന് പറയാം. ആ കുരങ്ങന്മാരും ഇതൊക്കെ ആയിട്ട് സംഭവം. ഇവിടേക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫോണും സാധനങ്ങളൊക്കെ പിടിക്കുക. നമ്മുടെ കൂട്ടുകാരൻ്റെ ഫോണ് ക്യാമറ എടുത്തോണ്ട് പോയി കുരങ്ങൻ. ഈ ഭവനാഥ് സ്തൂപയുടെ മേലെ നമുക്ക് നോക്കിയാൽ ഈ ചുരുക്കി പറഞ്ഞാൽ ഈ നേപ്പാൾ കഠ്മണ്ഡു സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഉയരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്കൊന്നും പറയാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ വളരെയധികം വലിയൊരു ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര തണവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ ഏതൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു, കുറേ സ്റ്റെപ്പ് കയറിയിട്ട്. അതേമാതിരി ഒരു ഫീൽ തന്നെയാണ്. ഏകദേശം ശബരിമലയുടെ അത്രയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കയറാനുണ്ട്. പിന്നെ ഭയങ്കര ഒരു ആംബിയൻസാണ് നമ്മൾ നടക്കണ വഴി ഒക്കെ ഫുൾ.
ബൗദ്ധനാഥ സൂപ്പയുടെ ചുറ്റും നമുക്ക് ഈ പ്രാവുകൾ നമുക്ക് ചുറ്റിട്ട് പറക്കുന്നതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാം, നിറഞ്ഞിരിക്കുന്നത് കാണാം. നല്ല രസമാണ്, നല്ല സമാധാനമായ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് നല്ല ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്നിരിക്കാനും ഒക്കെ ഇവിടെ നല്ല റൂഫും എല്ലാ ആശ്രമങ്ങളുടെ മേലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.